ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് chilled milk, boiled semia in milk, chopped cashews, couscous, condensed milk and rose essence. ഇത് വളരെ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ കുക്കിംഗ് എന്ന് പറയാൻ ഒന്നുമില്ല, ആകെ സേമിയ കുക്ക് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചിൽഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനി ചിൽഡ് മിൽക്കിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ്. ഇതിൽ ഷുഗർ നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ റോസ് എസൻസ് ഒരു 2 drops ഇടാൻ പോവുകയാണ്. അടുത്തതായി ഇതിലേക്ക് സേമിയ ആഡ് ചെയ്യാൻ പോവുകയാണ്. സേമിയ കുറച്ച് ആഡ് ചെയ്താൽ മതി, കുറേ ആഡ് ചെയ്താൽ ഭയങ്കര ക്ലംപി ആവും, അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ടെക്സ്ചർ മാറും. അടുത്തതായി നമ്മൾ കസ്കസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തത് ചോപ്ഡ് കാഷ്യൂസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. ഇതിൽ എനിക്ക് എസൻസ് കുറഞ്ഞതുപോലെ തോന്നി, സോ ഞാനൊരു 1 drop എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലേവർ അനുസരിച്ച് കൂട്ടണോ കുറയ്ക്കണോ നോക്കാം. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് pour ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ടാൽ ഇറ്റ് വിൽ റിയലി യം. ഇവിടെ നമ്മുടെ ഫലൂദ ഡ്രിങ്ക് റെഡിയാണ്.